ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ചെറിയൊരു ട്രിപ്പിലായിരുന്നു. ഒന്ന് ഗോവക്ക് പോയി, ഒന്ന് അടിച്ചു പൊളിച്ചു വന്നു. എന്തായാലും ബാക്ക് ടു നോർമൽ. ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാകും കേട്ടോ. സോ ഇന്ന് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സർവൈവൽ ത്രില്ലർ മൂവിയുമായിട്ടാണ്. സാധാരണ സർവൈവൽ മൂവി ആകുമ്പോൾ അതിൽ സർവൈവൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ സിനിമയിൽ അതല്ല കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇതിന്റെ അവസാനം ഉണ്ടാവും. അതായത് ഒരു ഫ്ലൈറ്റ് തകർന്ന് ഒരു ദ്വീപിലേക്ക് രണ്ടുപേര് മാത്രം രക്ഷപ്പെട്ടു വരികയാണ്. ഒന്നൊരാണും ഒരു പെണ്ണും. ആ ആണെന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബോസ് ആണ്. അതുപോലെ തന്നെ ആ ലേഡി ആ ബോസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫുമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രം ആ ഒരു ദ്വീപിൽ. പിന്നീട് അങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് ആ ഒരു ദ്വീപിൽ വെച്ച് സംഭവിച്ചത്? രണ്ടുപേർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള ലിൻഡയാണ് കാണിക്കുന്നത്. വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് അവൾ ജോലി ചെയ്യുന്നത് കേട്ടോ. ആ കമ്പനിയിൽ അവൾ എങ്ങനെയാണ് ജോലി എടുക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പട്ടിയെ പോലെ പണിയെടുക്കുക. പട്ടിപ്പണി. ആരും പറഞ്ഞിട്ടല്ല. കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ കമ്പനിക്ക് വേണ്ടി അവൾ അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ കമ്പനിയുടെ നല്ലൊരു പൊസിഷനിലേക്ക് എന്നെങ്കിലും ഒരു ദിവസം വരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയും നന്നായിട്ട് തന്നെ അവൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ അവളുടെ മുകളിലുണ്ടായിരുന്ന ഒരു സീനിയർ ഓഫീസർ ആയിട്ടുള്ള സാമുവൽ വന്നിട്ട് ചോദിക്കുകയാണ്, ലിൻഡ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ ഒരു ജോലി അത് കഴിഞ്ഞായിരുന്നു? അപ്പൊ തന്നെ ലിൻഡ പറയുന്നത്, സാറേ അതെല്ലാം കഴിഞ്ഞ ആഴ്ച തന്നെ തീർന്നു. ഞാനിപ്പോ പുതിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ ഗുഡ്. പിന്നെ മറ്റേ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ഫയൽ എടുത്ത് നേരെ സാമുവലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നത്, ആ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആ കമ്പനിയുടെ മെയിൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പോയിട്ട് പ്രസന്റ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ ഫയലുമായിട്ട് സാമുവൽ പോകാൻ നിൽക്കുമ്പോൾ അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ലിൻഡയും വരികയാണ്. അല്ല, നീ എന്തിനാ എന്റെ കൂടെ വരുന്നത്? അത് പിന്നെ ഞാൻ തന്ന റിപ്പോർട്ടിൽ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനാ. ഇപ്പൊ സാമുവൽ പറയണ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് നീയാണ് എന്ന് നീ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ പേര് ഇതിലുണ്ടല്ലോ. അതുകൊണ്ട് നീ തന്നെയാണ് ഇത് തയ്യാറാക്കിയെന്ന് അവർക്ക് മനസ്സിലാവും. നിന്റെ ഹാർഡ് വർക്കിനുള്ള പേയ്മെന്റ് നിനക്ക് തന്നെ കിട്ടുമെന്നേ. തൽക്കാലം നീ വരണ്ട, ഞാൻ ഇത് അവരെ കാണിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ഫയലുമായിട്ട് നേരെ കമ്പനിയുടെ വലിയ മുതിർന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്ന ആ ഒരു ഓഫീസ് റൂമിലേക്ക് നേരെ അവൻ പോവുകയാണ്. എന്നിട്ട് ലിൻഡയുടെ കണ്ണ് തെറ്റി എന്ന് കണ്ടപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ആ റിപ്പോർട്ടിൽ അവളുടെ പേരെഴുതിയ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയാണ്. എന്നിട്ട് ആ റിപ്പോർട്ട് അവൻ ഉണ്ടാക്കിയതുപോലെ അവിടെയുള്ള ആൾക്കാർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നത്. അവള് പട്ടിയെ പോലെ പണിയെടുക്കുക, അതിന്റെ ബെനിഫിറ്റ് ബാക്കിയുള്ളവരെടുക്കുക. അതുപോലെ തന്നെ ഓഫീസിലുള്ള ബാക്കിയുള്ള സ്റ്റാഫുകളുണ്ടല്ലോ, അവരോടൊക്കെ സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് ഇവര് മനഃപൂർവ്വം അവളെ അവോയ്ഡ് ചെയ്യും. അവിടെയുള്ള ആരും അവരിൽ ഒരാളായിട്ട് നമ്മുടെ ലിൻഡയെ കാണാറേ ഇല്ല കേട്ടോ. ഒറ്റപ്പെടുത്തി വെക്കും അവളെ. അതുപോലെ തന്നെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അവൾക്കായിട്ട് ആരുമില്ല. അവൾ ഒറ്റയ്ക്ക് തന്നെയാണ്. ആകെയുള്ളത് ചെറിയൊരു കിളിയാണ്. അതിനോട് മിണ്ടിയും പറഞ്ഞും അവൾ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹോബി ഉണ്ട് കേട്ടോ. സർവൈവൽ മൂവീസ് കാണുക, സർവൈവൽ ആയിട്ടുള്ള ഷോ കാണുക, അതുപോലെ തന്നെ സർവൈവൽ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം പുസ്തകങ്ങൾ വായിക്കുക. ഇതാണ് ശരിക്കും നമ്മുടെ ലിൻഡയുടെ പ്രധാന ഹോബി കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം നേരത്തെ തന്നെ ഓഫീസിലെത്തി അവളുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അവളൊരു സാൻഡ്വിച്ചും കഴിക്കുന്നുണ്ട്. ആള് നന്നായിട്ട് ജോലി ചെയ്യും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഭക്ഷണപ്രിയ കൂടിയാണ് കേട്ടോ. ഈ സമയത്താണ് കമ്പനിയുടെ പുതിയ CEO അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു ചെറുപ്പക്കാരനാണ്. അവന്റെ പേര് ബ്രാഡ്ലി എന്നാട്ടോ. മുമ്പേ അവന്റെ അച്ഛനായിരുന്നു കമ്പനിയുടെ CEO. ഇപ്പോ ആ പൊസിഷനിലേക്ക് അവൻ വന്നിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ബ്രാഡ്ലിയെ എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിൻഡ ആ സാൻഡ്വിച്ച് വേഗം ടേബിളിലിട്ട് പൂട്ടി നേരെ ഇവന്റെ മുന്നിലേക്ക് ചാടി വീണ്, ഹായ് ബ്രാഡ്ലി, എന്നെ ഓർമ്മണ്ടാ? ഞാൻ ലിൻഡ, നമ്മളെന്നാ ഒരു ക്രിസ്മസ് പാർട്ടിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്രാഡ്ലി അവളോടൊന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് അവളുടെ ചുണ്ടിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ബ്രാഡ്ലി കാണുന്നുണ്ട്. അവള് പറയുന്നതൊന്നും ആ ഒരു സമയത്ത് ബ്രാഡ്ലി കേൾക്കുന്നില്ല. ആളൊരു ഇത്തിരി വൃത്തിക്കാരനാണ്. അവളുടെ ചുണ്ടിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിട്ട് ആ ശരി പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിലെത്തി അവന്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ ഭക്ഷണത്തിന്റെ ഒരു പാട് അവന്റെ കയ്യിലും ആയിട്ടുണ്ട്. അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന മാനേജറോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ഇതെന്താണ്? ഈ ഭക്ഷണം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വല്ലാത്തൊരു സ്മെല്ല്. അയാളത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് പറയുന്നത്, ഇത് മിക്കവാറും ട്യൂണ ഫിഷ് ആയിരിക്കും. ഭയങ്കര അറപ്പോട് കൂടിയിട്ട് ബ്രാഡ്ലി അതിപ്പോ തുടച്ച് കളഞ്ഞ് സാനിറ്റൈസ് ചെയ്ത്, ഏതാണ് ആ പെണ്ണ്? ഒരു വൃത്തിയില്ല, ഒരു മെനയുമില്ല. ഇതുപോലെയുള്ള ആൾക്കാരെയാണോ നമ്മുടെ ഓഫീസിൽ വെച്ചോണ്ടിരിക്കുന്നത്? ഈ സമയത്ത് മാനേജർ പറയാണ്, സാറേ, അവർക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ കമ്പനിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് ലിൻഡ. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, ആ പൊസിഷനിലേക്ക് നിങ്ങളുടെ അച്ഛൻ അവളെ ആയിരുന്നു സെലക്ട് ചെയ്ത് വെച്ചായിരുന്നത്. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില് ബ്രാഡ്ലി ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ അച്ഛൻ പണ്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ മരിച്ചുപോയില്ലേ? ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. എന്നിട്ട് ഇവൻ എന്താ ചെയ്തേന്നറിയോ? ലിൻഡയ്ക്ക് കിട്ടേണ്ട ആ ഒരു ജോലി മറ്റൊരുത്തിന് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ സിനിമയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു സാമുവൽ ഉണ്ടല്ലോ, അവനങ്ങനെ ഓഫീസിലൂടെ തുള്ളിച്ചാടി നടക്കണം. ഭയങ്കര സന്തോഷം. ഇത് കണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത ലിൻഡ ബാക്കിയുള്ളവരോട് ചോദിക്കണം, അല്ല ഇവനെന്ത് ഇത്ര ഹാപ്പി ആയിട്ട് നിന്ന് നടക്കുന്നത്? ഇപ്പൊ ബാക്കിയുള്ളവർ പറയണം, അവന് മറ്റേ ഒരു പൊസിഷൻ കിട്ടി, വൈസ് പ്രസിഡന്റിന്റെ. ഇത് കേട്ട് ലിൻഡ ആകെ ഷോക്കായി പോവാണ്. അതായത് അവൾക്ക് കിട്ടേണ്ട പൊസിഷൻ ആയിരുന്നു അത്. പിന്നീട് ഒരു കാര്യം സെർച്ച് ചെയ്തപ്പോൾ
ലിൻഡയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സാമുവല് ബ്രാഡ്ലിയുടെ ഒരു കൂട്ടുകാരനാണ്. ഇത് മനസ്സിലാക്കിയ സമയത്ത് അവൾക്ക് ദേഷ്യവും സങ്കടവും അടക്കാൻ പറ്റുന്നില്ല. നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. പോയ വാർഡ് തന്നെ ഈ ബ്രാഡ്ലിയോട് ചോദിക്കുന്നുണ്ട്, അവൻ ഇവിടെ വന്നിട്ട് 6 മാസം ആവുന്നുള്ളൂ, ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 7 വർഷമായി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അയാൾക്ക് ജോലി കൊടുത്തത്? ഈ സമയത്ത് ബ്രാഡ്ലി ഒരു കാര്യം പറയുന്നുണ്ട്, ശരിയായിരിക്കാം, നീ ഒരുപാട് വർഷം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിന്റെ അടുത്തില്ല. ആദ്യം തന്നെ നിന്റെ ഈ ഒരു വസ്ത്രധാരണ, ഒരു മെച്യൂരിറ്റി ഇല്ല, അതുപോലെ തന്നെ നിന്റെ ഹെയർ എന്തൊരു അലങ്കോലമായി കിടക്കുകയാണ്, ടോട്ടലി വൃത്തിയില്ലാത്തൊരു രൂപവും വായ്നാറ്റവും. നിന്നെ എങ്ങനെയാണ് ഞാൻ വൈസ് പ്രസിഡന്റ് ആക്കുക? ആ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് മീറ്റിങ്ങുകൾ, ഒരുപാട് ക്ലയന്റിനെ കാണേണ്ടി വരും. ഇവരുടെ അടുത്തേക്ക് നീ ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ എന്റെ ബിസിനസ് ഇല്ലാതെയാവും. ഇത് കേട്ട സങ്കടത്തിൽ ലിൻഡ ചോദിക്കുകയാണ്, ഓഹോ, അപ്പോ ഇതൊക്കെ ഒരു കാരണമായി കണ്ട് നിങ്ങൾ എന്നെ ആ പൊസിഷനിൽ ഒഴിവാക്കുകയാണല്ലേ? ഇതേ നേരം തന്നെ ബ്രാഡ്ലി പറയുന്നുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല, ഒരു അവസരം കൂടെ ഉണ്ട്. ബാങ്കോങ്ങിലേക്ക് ചെറിയൊരു ബിസിനസ് മീറ്റിങ്ങിന് ഞങ്ങൾ കുറച്ച് പേര് പോകുന്നുണ്ട്, നിനക്ക് ആ കൂട്ടത്തിൽ വരാം. അപ്പൊ ആ ഒരു ഡീലെല്ലാം നല്ല രീതിയിൽ നീ ചെയ്ത് തരികയാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് ആ ഒരു പൊസിഷൻ കിട്ടിയേക്കാം, നിനക്ക് കഴിവുണ്ട് എന്ന് നീ തെളിയിക്കുന്നു പറഞ്ഞിട്ട് അവൾ പറഞ്ഞു വിടുകയാണ്. ഇതേ സമയത്തിന് ബ്രാഡ്ലിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സൂരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവളോട് ഒരു 2 വാക്ക് സംസാരിച്ച് ഇപ്പൊ ലിൻഡ അവിടുന്ന് പോവാണ്. പോകുന്ന വഴിയിൽ അവൾ അറിയാതെ കരഞ്ഞു പോകണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിൽ പോയിട്ട് പൊട്ടി കരയാണ്. 7 വർഷത്തെ കഷ്ടപ്പാട്, അവളുടെ അധ്വാനം, ചോര നീരാക്കി അവൾ പണിയെടുത്തു. അതൊന്നും ഇവർക്ക് ആർക്കും കാണണ്ട. അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ, ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിൽ ഇപ്പൊ ബ്രാഡ്ലി, അവന്റെ കുറച്ച് സുഹൃത്തുക്കള്, പിന്നെ ആ ഒരു സാമുവല്, ഇവരെല്ലാവരും ആ ഒരു ബിസിനസ് മീറ്റിംഗിനായിട്ട് ബാങ്കോങ്ങിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഇവരാരും വിചാരിച്ചില്ല ലിൻഡ വരുമെന്ന്. ലിൻഡയും ആദ്യമൊന്നും പോകണ്ടെന്ന് വിചാരിച്ചാണ്. എന്നാൽ അവള് രണ്ടും കൽപ്പിച്ച് ഇവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ തന്നെ നേരെ ബാങ്കോങ്ങിലേക്ക് പോവാണ്. ബാക്കിയുള്ള എല്ലാവരും ചെറുതായിട്ട് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ആ യാത്ര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിൻഡ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആ പുതിയ പ്രൊജക്ട്, അതിനു വേണ്ടിയിട്ട് ആ പോകുന്ന സമയത്തും അവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ബ്രാഡ്ലി, സാമുവല്, പിന്നെ ബ്രാഡ്ലിയുടെ മറ്റൊരു കൂട്ടുകാര്, ഇവര് 3 പേരും എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ഈ ഒരു ലിൻഡ ഈ സർവൈവൽ രീതിയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് അറിയാലോ. സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവന്മാര് 2 അടിച്ച് അതെല്ലാം നോക്കി അങ്ങനെ ലിൻഡയെ കളിയാക്കി കൂടി ചിരിക്കുകയാണ് ആ വീഡിയോസ് കണ്ടുകൊണ്ട് കേട്ടോ. ഈ ഒരു ഇൻസൾട്ട്, ഈ അപമാനം നമ്മുടെ ലിൻഡയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പൊ അവള് വിചാരിക്കുകയാണ്, എന്തിനാണ് ഇത്രയും അപമാനം സഹിച്ചുകൊണ്ട് ഈ കമ്പനിയിൽ ഇങ്ങനെ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഒറ്റയടിക്ക് ഇതെല്ലാം വിട്ടെറിഞ്ഞാൽ പോയാലോ എന്നവളിങ്ങനെ വിചാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അലേർട്ട് ഇവർക്ക് കിട്ടുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട്. ലിൻഡ ഓൾറെഡി അവളുടെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാഡ്ലി വേഗം പോയിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട് കേട്ടോ. അവന്റെ കൂട്ടുകാരോടും വേഗം തന്നെ അങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന് എന്തൊക്കെയോ ചില തകരാറുകൾ വന്ന് അത് ആകെ കിടന്ന് ഷെയ്ക്ക് ആവാൻ തുടങ്ങുകയാണ്. ബ്രാഡ്ലിയുടെ 2 കൂട്ടുകാരും ഫ്ലൈറ്റിന്റെ മുകളിലേക്ക് തെറിച്ചു പോയി അങ്ങ് വീഴുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അവന്മാർക്ക് ആർക്കും തിരിയുന്നില്ല. ഇതിനിടയിൽ ഫ്ലൈറ്റിന്റെ ഒരു ഭാഗം തകർന്നു പോയി. ഇവന്മാര് 2 പുറത്തേക്ക് തെറിച്ചു പോയി വീഴാൻ നോക്കുകയാണ്. ഈ സമയത്ത് ഈ സാമുവല് പോയിട്ട് നമ്മുടെ ലിൻഡയുടെ കാലിൽ പിടിക്കുന്നുണ്ട്. സാമുവലിന്റെ കാലിൽ മറ്റവനും പിടിക്കുന്നുണ്ട്. ഇവരിപ്പോ ലിൻഡയെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പറയണം, പ്ലീസ് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ ഇവരിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ ലിൻഡയ്ക്ക് പറ്റില്ല. ലിൻഡയെ വലിച്ചുകൊണ്ട് ഇവന്മാര് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലിൻഡ അവന്മാരോട് കാലുവിടുന്ന പല തവണ പറയുന്നുണ്ട്. എന്നാൽ സാമുവല് വിട്ടില്ല. മരണഭയം കൊണ്ട് അവൻ അങ്ങനെ ഇറുക്കി പിടിച്ചു നിൽക്കുകയാണ്. ഇതേ സമയത്ത് അതിലൂടെ തെറിച്ചു പോയ ഒരു ഫോർക്ക് എടുത്ത് അവന്റെ കൈക്കിട്ട് ഒറ്റ കുത്തു കൊടുക്കുകയാണ്. ആ വേദനയിൽ അവന്റെ പിടുത്തം വിട്ടുപോയിട്ടോ. ഫ്ലൈറ്റിന്റെ പുറത്തേക്ക് തെറിച്ചു പോയി വീഴുകയാണ്. ഉറപ്പായിട്ട് മരിച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു ഫ്ലൈറ്റ് പൂർണ്ണമായിട്ടും തകർന്ന് പൊട്ടിത്തെറിക്കാതെ ഇതിന്റെ ഒരു ഭാഗം നേരെ കടലിലേക്ക് ചെന്ന് വീഴുകയാണ്. പതിയെ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ഒരു വിധത്തിൽ സീറ്റ് ബെൽറ്റ് എല്ലാം അഴിച്ച് അവൾ അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കിടക്കുകയാണ്. നീന്തി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അർദ്ധരാത്രിയായിരുന്നു, നല്ല ശക്തമായ തിരമാലയുണ്ട്. എന്നാലും അവൾ പരമാവധി നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ബോധം പോയി. പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ ഏതോ ഒരു ദ്വീപിൽ അവൾ അങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഏതോ ഒരു ദ്വീപ് എന്ന് വെച്ചാൽ മനുഷ്യവാസം ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതോ ഒരു വിജനമായ ദ്വീപ്. അവള് ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. ഇനി അവളുടെ കൂട്ടത്തിൽ വേറെ ആരെയും രക്ഷപ്പെട്ട് കരയിലേക്ക് കയറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഒരു തീരത്തോട് ചേർന്ന് അവൾ കുറെ നേരം നടന്നു നോക്കുമ്പോൾ ഒരു ഒരാൾ ബോധമില്ലാതെ കിടക്കുക. ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല, അവളുടെ ബോസ് ആയിട്ടുള്ള ബ്രാഡ്ലി തന്നെയായിരുന്നു. അവന്റെ ബോധം ഇപ്പോഴും വന്നിട്ടില്ല. മാത്രമല്ല കാലിൽ നല്ല മുറിവുമുണ്ട്. ഈ സമയത്ത് നമ്മുടെ ലിൻഡയ്ക്ക് ഒരു ഐഡിയ തോന്നുകയാണ്, എങ്ങനെയെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്തണം, ഇയാളെ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ എന്തായാലും എനിക്ക് അർഹതപ്പെട്ട ആ ഒരു സീറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആ ഒരു പൊസിഷൻ തരാതിരിക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ലിൻഡ ചാടി എഴുന്നേൽക്കുകയാണ്. ഇതുപോലെ എവിടെയെങ്കിലും പെട്ടുപോയാൽ സർവൈവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. വേഗം തന്നെ ഒരു കല്ലെടുത്ത് അത് മറ്റൊരു കല്ലിൽ അടിച്ച് പൊട്ടിച്ച്
അതിന്റെ ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗം എടുത്ത് അത് നന്നായിട്ടൊന്ന് മിനുക്കിയെടുത്ത് വലിയ വലിയ ഇലകൾ മുറിച്ചു കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ എവിടുന്ന് കുറച്ച് മരത്തടികൾ എടുത്തു വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബ്രാഡ്ലിയെ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിരുത്തി അവിടെ ചെറിയൊരു കൂടാരം പോലെ ആ ഇലകളും ആ മരത്തടികളും വെച്ച് ഉണ്ടാക്കുകയാണ് അവള്. മാത്രമല്ല ഇഷ്ടമാതിരി തെങ്ങുണ്ടല്ലോ, കുറെ തേങ്ങ അവള് പറിക്കുന്നുണ്ട്. കുറച്ച് വെള്ളമെല്ലാം അവള് കുടിക്കുകയാണ്. പിന്നീട് അതിന്റെ ചിരട്ടകൾ അവൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചിരട്ട ഉപയോഗിച്ച് മണലിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു 3-4 ചിരട്ട അതിന്റെ അടിഭാഗത്ത് വെച്ച് വലിയ ഇലകൾ ആ ചിരട്ടയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതായത് മഴ പെയ്താൽ ഈ വെള്ളം മുഴുവൻ വന്നിട്ട് ചിരട്ടയിൽ നിറയും. അങ്ങനെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. രാത്രിയായി മഴ പെയ്തപ്പോ ആ ഇലകളിൽ തട്ടിയ വെള്ളം നേരെ പോയിട്ട് ചിരട്ടയിൽ നിറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ലിൻഡ ആ നേരത്ത് അവളുടെ ഒരു കാര്യം നോക്കാതെ ബോധമില്ലാതെ കിടക്കുന്ന അവളുടെ ബോസിന്റെ കാര്യമാണ് നോക്കുന്നത്. അതായത് അയാളുടെ ദേഹത്ത് ഒരുപാട് വെള്ളമാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്ത് നല്ല രീതിയിൽ അയാളെ നോക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇന്നലെ ലിൻഡ വെച്ച ആ ഒരു ചിരട്ടയിലൊക്കെ നല്ല ശുദ്ധമായ വെള്ളം നിറഞ്ഞിട്ട് കുറച്ചൊക്കെ അവൾ കുടിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ബ്രാഡ്ലിക്ക് ബോധം വന്നിട്ടില്ല കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞു അവന്റെ ബോധം ചെറുതായിട്ട് വരികയാണ്. എഴുന്നേൽക്കാനൊന്നും കഴിയുന്നില്ല. കാലിൽ വലിയ മുറിയുണ്ടല്ലോ. അവനിപ്പോ ചുറ്റും നോക്കുകയാണ്, ഏതാണ് ഈ സ്ഥലം, ഞാൻ എങ്ങനെയാ ഇവിടെ വന്നു പെട്ടത്. എന്തായാലും ഇതേ നേരത്ത് അങ്ങോട്ടേക്ക് ചിരട്ടയിൽ വെള്ളവുമായിട്ട് വന്ന ലിൻഡ അവന് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്നുണ്ട്. നല്ല ദാഹം ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ ആ ഒരു വെള്ളം കുടിക്കുകയാണ്. അതുപോലെ തന്നെ കൂട്ടുകാരും അവരാരും രക്ഷപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ലിൻഡ പറയാണ്, അപകടത്തിൽ അവരെല്ലാവരും മരിച്ചുപോയി, നമ്മൾ രണ്ടുപേരും മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. ഇത് കേട്ട സമയത്ത് ബ്രാഡ്ലി ഉറ്റ ചങ്ങാതിമാരല്ലേ മരിച്ചിരിക്കുന്നത്, അവനൊന്നും അറിയാതെ കരഞ്ഞു പോവാണ്. ഇതേ സമയത്ത് തന്നെ ലിൻഡ പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വെച്ച് ചെയ്തു തന്നോളാം. ഇത് പറഞ്ഞ് കുറച്ച് തീ ഉണ്ടാക്കാനായിട്ട് അവൾ പോകുന്ന സമയത്ത് ബ്രാഡ്ലി ഇപ്പോൾ അവളെ വിളിക്കാണ്, ലിൻഡ എല്ലാ ഹെൽപ്പിനും ഒരുപാട് നന്ദി കേട്ടോ. ഇപ്പൊ ബ്രാഡ്ലിയെ നോക്കി ഒന്ന് ചിരിച്ച് അവൾ വേഗം പോയി ഒരു മുളയുടെ കഷ്ണം എടുത്ത് മറ്റ് ചെറിയൊരു കമ്പെടുത്ത് അതിന്റെ ഉള്ളിൽ കുറച്ച് ഈ ഉണങ്ങിയ പുല്ലുണ്ടല്ലോ അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടി ഒരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ചെറുതായിട്ട് സ്പാർക്ക് ഉണ്ടാവുകയാണ്. ആ പുല്ലിന് തീ പിടിച്ചു. വേഗം തന്നെ കരിയിലകൾ കൂട്ടിയിട്ട് അവൾ തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ തീ പിടിച്ച സന്തോഷത്തിൽ അവൾ അങ്ങനെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ബ്രാഡ്ലി വിചാരിക്കുകയാണ്, ഏത് ഈ പെണ്ണ് ഒരു അരപ്പിരി ലൂസ് ഉണ്ട് തോന്നുന്നു. എന്തായാലും ഉണ്ടാക്കിയ ആ ഒരു തീയിൽ ഒരു മീനിനെ ചുട്ടെടുത്ത് അത് നേരെ ബ്രാഡ്ലിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഈ പച്ചമീൻ ചുട്ടെടുത്താൽ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കഷ്ണം അവന്റെ വായിൽ വെച്ച് കൊടുത്ത് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ചൊയ കാരണം അവനത് കഴിക്കാൻ കഴിയുന്നില്ല. അവനത് തുപ്പാൻ നോക്കുമ്പോൾ കുഞ്ഞു കുട്ടികളെ തീറ്റിക്കുന്നത് പോലെ അവന്റെ വായിലേക്ക് ഒരു കഷ്ണം വെച്ച് കൊടുത്ത് അവനെ കൊണ്ടത് തീറ്റിക്കുകയാണ്. അവനാണെങ്കിൽ ഛർദ്ദിക്കാമെന്ന് എന്നെല്ലാം ആക്കുന്നുണ്ട്. എന്നാലും ഒരു കഷ്ണം അവൻ കഴിച്ചു. അതുപോലെ ലിൻഡയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ പെട്ടുപോയതും ഇവിടെ അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവളുടെ ബോസിനെ നോക്കുന്നതും ഇതെല്ലാം അവൾക്ക് വല്ലാത്തൊരു രസമായിട്ട് തോന്നുകയാണ്. അവൾ അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ തീരത്ത് പോയിരുന്ന് അവൾ അതങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവൾക്ക് എവിടുന്നോ വലിയൊരു ശംഖിന്റെ കഷ്ണം കിട്ടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട്. അത് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവളത് വേഗം കൊണ്ടുപോയി തീയിൽ കാണിച്ച് ഒന്ന് ചൂടാക്കിയെടുത്ത് നേരെ ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും, കഴിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രാഡ്ലിയുടെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വരികയാണ്. അല്ല, നമ്മളിപ്പോ ഇവിടെ വന്ന് പെട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തായിരുന്നോ എന്ന് ലിൻഡയോട് ബ്രാഡ്ലി ഇപ്പൊ ചോദിക്കുകയാണ്. ഇപ്പൊ ലിൻഡ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ ഈ തറയിൽ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന എഴുതി വെക്കുക, ഈ വിറക് കൂട്ടിയിട്ട് പുകയുണ്ടാക്കിയിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിന്റെ തകർന്നു പോയ ഏതെങ്കിലും ഒരു ഭാഗം അതിന്റെ ആ ഒരു GPS സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ തപ്പി കണ്ടുപിടിച്ച് ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ ചെയ്തായിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഈ ഒറ്റപ്പെട്ട ദ്വീപിൽ വന്നിട്ട് ഒരു പ്രാന്തിയെ പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണല്ലേ നീ. ഇത് കേട്ട സമയത്ത് നമ്മുടെ ലിൻഡയ്ക്ക് അങ്ങ് പൊട്ടി. അവള് ചോദിക്കാണ്, ഓഹോ ഇപ്പൊ അങ്ങനെയായി കാര്യങ്ങൾ. ദ്വീപിൽ ഒരു ബോധമില്ലാതെ കിടന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഭക്ഷണം തന്ന് നിങ്ങളെ നന്നായിട്ട് നോക്കിയിട്ട് അവസാനം നിങ്ങൾ പറയാ എനിക്ക് പ്രാന്താണെന്ന്. അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ബ്രാഡ്ലി ഒന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. കാലിനും കൈക്കൊക്കെ നല്ല വേദനയുണ്ട്. അപ്പൊ അവനെ പിടിച്ച് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ലിൻഡയോട് അവൻ പറയുന്നുണ്ട്, വേണ്ട മേത്ത് തൊട്ടുള്ള ഒരു കളിയും വേണ്ട. ഒരു കാര്യം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിക്കോ, ഞാൻ നിന്റെ ബോസാണ്, നീ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരി മാത്രമാണ്. ഇത് കേട്ടപ്പോൾ ലിൻഡയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അവള് പറയണ, ഓഹോ അങ്ങനെയാണല്ലേ, എന്നാ പിന്നെ ബോസ് ഒരു കാര്യം ചെയ്യും, ഒറ്റയ്ക്ക് ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ലിൻഡ അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ബോസ് അതായത് ബ്രാഡ്ലി അവളെ നോക്കിയിട്ട് പറയണു, ഓ നീ പോവാണെങ്കിൽ അങ്ങ് പൊയ്ക്കോ, നീ ഇല്ലെങ്കിൽ എന്താ എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലേ, എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കോളാന്ന് അവനിനെ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അത് വെറും ഒരു പറച്ചിൽ മാത്രമായിരുന്നു കേട്ടോ. അവനെ കൊണ്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. പതിയെ സമയം മുന്നോട്ടേക്ക് പോവാണ്. വിശപ്പ് തുടങ്ങി, ദാഹം തുടങ്ങി, അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ട്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് രാത്രിയായപ്പോൾ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റ് വന്ന സമയത്ത് അവന്റെ മുകളിൽ ലിൻഡ വെച്ചു കൊടുത്ത ആ ഒരു കൂടാരം പോലെ ഉണ്ടാക്കി വെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കാറ്റത്ത് തെറിച്ച് വീണ് പോവാണ്. അവനാകെ പേടിച്ചു പോയി. അങ്ങനെ ആ രാത്രിയിൽ തണുത്ത് വിറച്ച് അവനങ്ങനെ കിടക്കുകയാണ്. പിറ്റേ ദിവസം ആയപ്പോൾ വീണ്ടും നല്ല ചൂട് വരുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം പെട്ട് വിശന്ന് വലഞ്ഞ് ദാഹിച്ച് അവസാനം അവനിപ്പോ ലിൻഡയെ വിളിക്കുകയാണ്. ലിൻഡ ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വാ, എന്നെ ഒന്ന് സഹായിക്കുന്നു അവൻ കരഞ്ഞു പറയാണ്. അവസാനം അവന്റെ ബോധം പോവാണ്. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ തൊട്ടടുത്ത് തന്നെ ലിൻഡ ഉണ്ട്. ഇപ്പൊ ലിൻഡ പറയാണ്, ബ്രാഡ്ലി ഇത് നിന്റെ
ഓഫീസല്ല, നീ എന്റെ ബോസും അല്ല, ഞാൻ നിന്റെ സ്റ്റാഫും അല്ല. ദാ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. ഇത് കിട്ടിയ സമയത്ത് ബ്രാഡ്ലി അവളോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ അവൻ അങ്ങനെ ചാരിയിരിക്കുകയാണ്. കുറച്ചു നേരമായി നമ്മുടെ ലിൻഡ കാട്ടിലേക്ക് പോയിട്ട് കുറെ നേരമായിട്ടും അവള് തിരിച്ചു വരാത്തത് കൊണ്ട് ഇപ്പൊ ബ്രാഡ്ലിയുടെ ഉള്ളിൽ ചെറിയൊരു പേടി. എന്നാൽ പെട്ടെന്നാണ് കുറ്റിക്കാട്ടിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് വിറകുമായിട്ട് ലിൻഡ ചാടി പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ടപ്പോഴാണ് ബ്രാഡ്ലിക്ക് സന്തോഷമായത്. ഹൗ, നീ ജീവനോടുണ്ടല്ലോ, ഞാൻ ഒന്ന് പേടിച്ചു പോയി. അല്ല, നീ എവിടെയായിരുന്നു ചോദിച്ചപ്പോ ഇപ്പൊ ലിൻഡ പറയണ, അത് പിന്നെ തിന്നാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഇവിടെ എവിടെയോ ഒരു കാട്ട് വന്ന് ചുറ്റി നടക്കുന്നുണ്ട്, അവന് വേണ്ടി ഞാനൊരു കെണി തയ്യാറാക്കുകയായിരുന്നു. അവനെ കെട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഉറപ്പുള്ളൊരു കമ്പെടുത്ത് അത് നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് ആ കമ്പുമായിട്ട് അവൾ നേരെ കാട്ടിലേക്ക് പോവാണ്. ചുറ്റും വളരെ ശ്രദ്ധയോട് നോക്കി പമ്മിയാണ് അവൾ കാട്ടിലേക്ക് പോകുന്നത്. എന്നാൽ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് എടുത്തു ചാടിയ കാട്ടുപന്നി അവൾ ആക്രമിക്കുകയാണ്. അതിന്റെ കുത്ത് കൊള്ളുന്നതിന് മുന്നേ തന്നെ ആ കമ്പ് എടുത്ത് അവൾ ഓടുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ കാട്ടുപന്നിക്ക് നമ്മുടെ ലിൻഡയെ കാണാൻ പറ്റുന്നില്ല. അവൾ എവിടെ പോയി എന്നിങ്ങനെ കാട്ടുപന്നി ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് മുകളിൽ ഒരു മരത്തിന്റെ കൊമ്പിൽ പിടിച്ചു നിന്ന ലിൻഡ അതിന്റെ ദേഹത്തേക്ക് ചാടി വീണ് കമ്പ് കൊണ്ട് അതിന്റെ വയറ്റിനിട്ടൊരു കുത്തു കൊടുക്കുന്നത്. അതിന് നന്നായിട്ട് വേദനയായി. പക്ഷേ അത് ചാവാൻ മാത്രമുള്ള മുറി അതിന്റെ ദേഹത്തായിട്ടുമില്ല. ഭ്രാന്ത് പിടിച്ച കാട്ടുപന്നി ഇപ്പോ അവൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. ലിൻഡ എന്താക്കി, ആ കമ്പ് അത് മുന്നോട്ടേക്ക് നല്ല കറക്റ്റ് പൊസിഷനിൽ പിടിക്കുകയാണ്. പന്നി ഓടി വന്ന് കമ്പിന്റെ ഉള്ളിലേക്ക് കയറി കൊടുക്കുകയാണ്. സ്പോട്ടിൽ ചത്തുപോയി. എന്തായാലും ചത്തുപോയ ആ പന്നിയുടെ തല അറുത്തെടുക്കുകയാണ്. നേരെ ഇത് കൊണ്ടുപോയി ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ ബ്രാഡ്ലിയുടെ അടുത്തേക്കാണ്. അവന്റെ മുഖത്തേക്ക് ചോര തെറിക്കുന്നുണ്ട്. അവനാകെ പേടിച്ചു പോയി. ഇവളെന്താ വല്ല കാട്ടുവാസിയോ നരഭോജിയായിട്ടാണോ? അവളുടെ ഒരു പ്രവൃത്തിയൊക്കെ അങ്ങനെയാണ്. എന്തായാലും പന്നിയുടെ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നന്നാക്കി എടുത്ത് നല്ല തീയും കൂട്ടിയിട്ട് അതിനെ ചുട്ടെടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ ആ ഒരു നല്ല ടേസ്റ്റുള്ള ഇറച്ചി ഇവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ലിൻഡ ഓരോ വളിച്ചാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്താ പറയാ, കക്ഷത്തിലിട്ട് മാന്തി അവരെ ചിരി വരാത്ത കുറെ കോമഡി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ചിരി വരുന്നത് പോലെ ബ്രാഡ്ലി അഭിനയിക്കുകയാണ്. ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. എന്നാൽ ലിൻഡയാണെങ്കിലോ അവളുടെ തമാശ കേട്ട് അവൾ എന്നെ ചിരിച്ചു കുത്തി മറിയാണ്. എന്തായാലും ബ്രാഡ്ലിയുടെ അവസ്ഥ അത് ദയനീയാണ്. അതായത് അവളുടെ കൂടെ ആ തഞ്ചത്തിനും താളത്തിനും നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ലിൻഡ എപ്പോഴത്തെയും പോലെ തന്നെ ഭക്ഷണവും വെള്ളവും കിട്ടുമോ നോക്കാനായിട്ട് നേരെ കാട്ടിലേക്ക് പോവാണ്. ഇത്തവണ കാട്ടിലേക്ക് പോയപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം അവൾ കാണാണ്. നോക്കിയപ്പോൾ നല്ല ശുദ്ധമായ വെള്ളം. ഇനി വെള്ളത്തിന് വേണ്ടി മഴ കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇഷ്ടമാതിരി വെള്ളം എപ്പോ വന്നാലും ഇവിടുന്ന് കിട്ടുമല്ലോ. ഈ സമയത്താണ് ഒരു ബോട്ടിന്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരെ കൂക്കി വിളിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ലിൻഡയുടെ മൈൻഡ് മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണ്. അല്ല, പെട്ടെന്ന് തന്നെ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ട ആവശ്യമുണ്ടോ? സംഗതി നല്ല രസമുണ്ട്, കൂടെ ബോസും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് അയാളുടെ കൂടെ കഴിഞ്ഞ സമയത്ത് അയാളോട് എന്തോ ഒരു പ്രണയം ലിൻഡയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ കൂടെ കുറച്ചുകൂടെ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് കരുതിയിട്ട് അവൾ എന്ത് ചെയ്തു, ആ ബോട്ടിനോട് ഉറക്കനെ ഹെൽപ്പ് ചോദിച്ചില്ല. കാട്ടിലേക്ക് പോയ ലിൻഡ ഇപ്പോൾ വെള്ളവുമായിട്ട് നേരെ ബ്രാഡ്ലിയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ഇതുപോലൊരു ബോട്ട് കണ്ട കാര്യമൊന്നും അവനോട് പറയുന്നില്ല കേട്ടോ. അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ബ്രാഡ്ലി ചോദിക്കണം, അല്ല ലിൻഡ, കുറച്ച് ദിവസമായില്ലേ നമ്മളിങ്ങനെ പെട്ടുകിടക്കുന്നു, ഇവിടുന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടോ, രക്ഷപ്പെടാനായിട്ട് നീ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ലിൻഡ പറയണ, ബ്രാഡ്ലി, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ ഒരു ദ്വീപ്. ഭയങ്കരമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിലൂടെ ഒരു കപ്പൽ വരെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും നമ്മളെ കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്താൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അവൾ ഒറ്റയടിക്ക് പറയാണ്. ഇത് കേട്ട സമയത്ത് ബ്രാഡ്ലിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഇപ്പൊ അവൻ പറയണം, അപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടല് അത് പെട്ടെന്നൊന്നും നടക്കില്ല അല്ലേ? ഈ സമയത്ത് ലിൻഡ ചോദിക്കാണ്, അല്ല നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു കുറവ്? കുടിക്കാൻ വെള്ളമില്ലേ, കഴിക്കാൻ ഭക്ഷണമില്ലേ, കിടക്കാൻ സ്ഥലമില്ലേ, ഒരു രാജാവിനെ പോലെയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? ഇത് കേട്ടപ്പോ ബ്രാഡ്ലിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. രാജാവിനെ പോലെയോ? എന്റെ കോലെന്ന് നോക്കിയേ, ഒരുമാതിരി തെണ്ടിയെ പോലെ ആയിട്ടുണ്ട്, ഒരു പിച്ചക്കാരനെ പോലെ. എന്നെ നോക്കിയിട്ട് രാജാവിനെ പോലെ എന്നല്ലേ? നീ എന്നെ കളിയാക്കുകയാണല്ലേ? ഇനി എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. നിനക്കൊരു വിചാരമുണ്ട്, നീ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ട് അവനുക്കുള്ള കൂടാരം ഉണ്ടാക്കാൻ നോക്കണം. സത്യം പറയാലോ, ഒരു കമ്പ് വരെ മരത്തിനോട് ചേർത്ത് കെട്ടാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ലിൻഡ നല്ലൊരു അടിപൊളി കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പുച്ഛത്തോടെ അത് നോക്കിയ ബ്രാഡ്ലി നേരെ തീരത്തേക്ക് പോയിട്ട് വലിയ അക്ഷരത്തിൽ ഈ ഉണങ്ങിയ ഇലയും തെങ്ങിന്റെ ഓലയെല്ലാം വെച്ച് ഹെൽപ്പ് എന്ന് എഴുതുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ലിൻഡയോട് പോയിട്ട് ഒരു സാധനം പോലും അവൻ ചോദിച്ചില്ല കേട്ടോ. അതിലൂടെ പോയി ഒരു പ്രാണിയെ പിടിച്ച് തിന്നാൻ നോക്കിയപ്പോൾ അവന് തന്നെ ഓക്കാനും വരികയാണ്. എന്നാലും അവന്റെ ഉള്ളിൽ ഈഗോ കാരണം ലിൻഡയോട് ഒരു ഹെൽപ്പും ചോദിച്ചില്ല. എന്തായാലും കുറച്ച് തീ ഉണ്ടാക്കി അത് കൂട്ടിയിട്ട് കത്തിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ച സമയത്ത് ആ തീ ഉണ്ടാക്കാൻ വേണ്ടി കമ്പിട്ട് ഒരുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ പ്രാണികൾ വന്ന് അവന്റെ ദേഹം മുഴുവനും കുത്തി ചൊറിയാക്കുകയാണ്. എന്നാൽ ഇതേ നേരം ലിൻഡയാണെങ്കിൽ
ഈ തേങ്ങയുടെ ആ ഒരു പകുതി കഷ്ണം എടുത്ത് അതിൽ എന്തൊക്കെയോ ചില പച്ചമരുന്നും ഇലയും പൂവൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എന്തോ ഒരു ലോഷൻ പോലെ ഒരു സാധനം ഉണ്ടാക്കി അത് മുഴുവൻ ദേഹത്ത് തേച്ചതുകൊണ്ട് അവളുടെ ദേഹത്തൊരു പ്രാണിയോ കൊതുകോ ഒന്നും കടിക്കുന്നുമില്ല. ഇതേ സമയത്ത് ബ്രാഡ്ലിക്കാണെങ്കിൽ വിശപ്പും ദാഹം കൊണ്ട് ആകെ ആവശ്യനായിട്ടുണ്ട്. ആ നേരത്തെ ചെറുതായിട്ടൊന്ന് മഴ പെയ്യാണ്. അവൻ വേഗം തന്നെ ലിൻഡ കാണിക്കുന്ന ആ ഒരു ട്രിക്ക് ഇവിടെ കാണിച്ചു. ചെറിയൊരു കുഴി തോണ്ടി അതിലൊരു ചിരട്ടയും വെച്ച് അതിലേക്ക് ചെറിയൊരു ഇല വെക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും മഴ നിന്ന് പോവാണ്. ബ്രാഡ്ലിയുടെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ. വിശന്ന് വലഞ്ഞ് അവനങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ലിൻഡ കടലിൽ പോയിട്ട് 2 മീനിനെയും പിടിച്ച് ആഹാ ഓഹോ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുന്നിലൂടെ പോകുന്നത്. അത് അവന്റെ മുന്നിൽ വെച്ച് എന്നെ പാചകം ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് പോലും ബ്രാഡ്ലി അങ്ങോട്ടേക്ക് ചെന്ന് അവളോട് ഒരു തരി ഭക്ഷണം ചോദിക്കുന്നില്ല. അവന്റെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. പല്ലും കടിച്ചു പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അന്ന് ചെയ്തതുപോലെ തന്നെ ഒരു ജീവിയെ പച്ചക്ക് തിന്നാൻ നോക്കുന്നുണ്ട്. നടക്കുന്നില്ല, ഛർദ്ദിക്കുകയാണ്. അങ്ങനെ അവസാനം അവന്റെ ഉള്ളിൽ ആ ഈഗോ മുഴുവനും അവിടെ വെച്ച് അവസാനം അവളുടെ കാലിൽ പോയി തന്നെ വീഴാണ്. എന്തെങ്കിലും കുടിക്കാനും തിന്നാനും താന്ന് പറയാണ്. ഈ സമയത്ത് ലിൻഡയാണെങ്കിലോ കാട്ടിലെവിടേക്കോ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയും അതുപോലെ തന്നെ നല്ല മീൻ കിട്ടിയല്ലോ അതെല്ലാം വേവിച്ച് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് അവന്റെ വായില് വെള്ളം ഒലിച്ചിറങ്ങുകയാണ്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്നു ഇപ്പൊ ബ്രാഡ്ലി ഒരു കാര്യം പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഇനി നമ്മൾ രണ്ടുപേരും ഒരു ടീമാണ്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവള് കൊടുത്ത ആ ഒരു ഭക്ഷണം അവനങ്ങനെ കഴിക്കുകയാണ്. ഈ നേരത്താണ് ആ ടേബിൾ പോലെ സെറ്റപ്പ് ചെയ്തില്ലേ അതിന്റെ സൈഡിലായിട്ട് ഒരു കത്തി കാണുന്നത്. ആ കത്തി കണ്ട് അവൻ ചോദിക്കുന്നു, അല്ല ഈ കത്തി എവിടെ നിന്ന് നിനക്ക് കിട്ടിയത്? അത് ഫ്ലൈറ്റ് തകർന്ന സമയത്ത് തീരത്തോടെ അടിഞ്ഞു കിടന്നതാണ്, ഞാൻ അടുത്ത് പോക്കറ്റിലിടും. ഇത് പറഞ്ഞ് ആ കത്തി എടുത്ത് അവൾ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ബ്രാഡ്ലി ഉണ്ടല്ലോ അവളെ നോക്കിയിട്ട് പല്ലിനെ കട്ടിക്കുന്നുണ്ട്. അവസരം കിട്ടിയ കാണിച്ചു തരാടി എന്ന ഭാവത്തില്. അങ്ങനെ ഒരു ദിവസം ഈ ബ്രാഡ്ലി ലിൻഡ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാട്ടിലും ചില കാര്യങ്ങളുണ്ട്, അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് അവനെ കൂട്ടി ചെറിയൊരു മലയുടെ മുകളിലേക്ക് കയറി പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ചെറിയൊരു കുറ്റിച്ചെടി കാണാണ്. അതിലൊരു പ്രത്യേക തരത്തിലുള്ള പഴമെല്ലാം കാണുന്നുണ്ട്. എന്നാൽ അത് കഴിക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ബ്രാഡ്ലിയോട് ലിൻഡ പറഞ്ഞു കൊടുക്കണം. ആ പഴത്തിൽ നിന്ന് ഒരു കഷ്ണം പറിച്ചെടുത്ത് അത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് നൊരക്കുക. ഒരു 10-15 മിനിറ്റ് കാത്തിരിക്കുക. അത്ര സമയം കഴിഞ്ഞിട്ടും നമ്മുടെ സ്കിന്നിൽ യാതൊരു പ്രശ്നവും വരുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് കഴിക്കാം. അതിനർത്ഥം അത് വിഷമല്ലാന്ന. അതുപോലെ തന്നെ ഇൻഡു ഷേപ്പിൽ അവിടെ ഒരു വലിയ പാറ കാണുന്നുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ട് ബ്രാഡ്ലിയോട് പറയണം, ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകരുത്. ആ ഏരിയയിൽ മുഴുവനായിട്ടും വിഷച്ചെടികളാണ്, അതുപോലെ വിഷപ്പാമ്പുകളും ഉണ്ട്. ഒന്നില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ ആ പ്രാണികളോ പാമ്പുകളോ നിന്നെ കടിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ചെടികളുടെ മുള്ള് ദേഹത്ത് കൊണ്ടാൽ മതി, ഭയങ്കരമായിട്ടുള്ള വിഷം ഉള്ളിലേക്ക് എത്തും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ഇവിടുന്ന് തിരിച്ചു പോവാണ്. പോവാൻ നേരത്ത് ആ ചെരുവിലെ മണ്ണിന് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. അവിടെ ചവിട്ടിയ ലിൻഡ തെന്നി താഴേക്ക് വീഴാണ്. താഴെ വലിയ കൊക്കയാണ്. എന്നാൽ അപ്പോഴേക്കും ബ്രാഡ്ലി പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലേക്ക് പിടിച്ച് അവളെ മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. അതായത് ബ്രാഡ്ലി ഇല്ലായിരുന്നെങ്കിൽ ലിൻഡ മരിച്ചു പോയേനെ. വേണമെങ്കിൽ ബ്രാഡ്ലിക്ക് ലിൻഡ എവിടെ വെച്ച് കൊല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ലിൻഡ മരിച്ചാൽ ബ്രാഡ്ലി ഉറപ്പായിട്ട് മരിക്കും. അവന് സർവൈവ് ചെയ്യണമെങ്കിൽ അവന്റെ കൂടെ ലിൻഡ എന്തായാലും വേണം. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. രണ്ടുപേരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഒരു ദിവസം ലിൻഡയ്ക്ക് വലിയൊരു വാഴപ്പഴത്തിന്റെ കൊല കിട്ടുകയാണ്. അവളത് പറിച്ചുകൊണ്ടുവന്ന് തീയിലിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രാഡ്ലിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സമയത്ത് ലിൻഡ പറയുന്നത് വേറൊരു സാധനം കൂടി ഉണ്ട്. ഞാൻ കുറച്ചു മുന്നേ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഇതെല്ലാം ഒരു ചെറിയ മുളയുടെ കുപ്പിയിലാക്കിയിട്ട് ഞാനത് കുഴിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും അത് നല്ല പവറുള്ളൊരു വൈനായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ആ സാധനം രാത്രി ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അടിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ലഹരി ഉണ്ടായിരുന്നു. ഈ സമയത്ത് ലിൻഡ അവളുടെ കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അവൾക്കൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഒരു 10 വർഷം മുന്നേ. ആളൊരു ഭയങ്കര സംശയരോഗിയാണ്, എപ്പോഴും ഉപദ്രവിക്കും. സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് അയാൾ എനിക്ക് തന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു അപകടത്തിൽ അയാൾ പെട്ടുപോയി, അയാൾ മരിച്ചുപോയി. പക്ഷേ എന്റെ ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. ഒറ്റയ്ക്കായാലും ഞാൻ അങ്ങനെ ജീവിച്ചു പോയിക്കോളും. അതുപോലെ തന്നെ ഇപ്പോ ബ്രാഡ്ലിയും അവന്റെ കഥകളൊക്കെ പറയണം. അവൻ വലിയ പൈസക്കാരന്റെ പണക്കാരന്റെ മകനാണ്, അതായത് കമ്പനിയുടെ പഴയ മുതലാളി. എന്നാൽ ഒരിക്കലും അയാൾ ഒരു നല്ല അച്ഛനായിരുന്നില്ല, നല്ലൊരു ഭർത്താവും ആയിരുന്നില്ല. എന്റെ അമ്മയെ അടിക്കും, എന്നെ ഒരുപാട് ചീത്ത പറയും. ചിലപ്പോ അച്ഛന്റെ ആ ഒരു സ്വഭാവമൊക്കെ കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം എന്റെ സ്വഭാവം ഇത്രത്തോളം റൂഡായിട്ട് മാറിയത്. ലിൻഡ, ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ബ്രാഡ്ലി ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്കിടയിൽ നല്ലൊരു സൗഹൃദം വളർന്നു വരികയാണ്. ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ഒരു ദിവസം ഭയങ്കരമായിട്ട് മഴ പെയ്യാണ് കേട്ടോ. കൊടുമഴ എന്നല്ല പെരുമഴ എന്നല്ലേ പറയാ. എന്തായാലും ഒരു പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക. ആ മഴയത്ത് ഇവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവരുടെ ആ ഒരു കൂടാരം ഇതെല്ലാം തകർന്ന് തരിപ്പണായിട്ട് തെറിച്ചു പോയി എവിടെ വീണിട്ടുണ്ട്. എന്തായാലും ഈ മഴയത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പണി പാളുന്ന് മനസ്സിലായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം ഒരു ഗുഹ കണ്ടുപിടിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ പോയിട്ട് രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അതുപോലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ആ തണുപ്പത്ത് ലിൻഡ കിടന്ന് അങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഇത് കണ്ട ബ്രാഡ്ലി അവളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും അന്ന് അവിടെ ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേറ്റില്ല. കുറച്ചധികം വൈകിയാണ് അവൾ എഴുന്നേറ്റത്. എഴുന്നേറ്റ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന നമ്മുടെ ബ്രാഡ്ലിയെ കാണാനില്ല. ഇപ്പൊ ഗുഹയുടെ പുറത്തേക്ക് വന്ന ലിൻഡ ബ്രാഡ്ലിയെ വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കാട്ടിന്റെ ഉള്ളിൽ അവൻ എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ട്, എന്താ ലിൻഡ, എന്താ വിളിച്ച്? ഒന്നുമില്ല, നീ എവിടെയായിരുന്നു, എന്താക്കായിരുന്നു ചോദിച്ചപ്പോൾ, ഒന്നുമില്ല, ഞാൻ അവിടെ ചുമ്മാ ചുറ്റി നടന്ന ഓരോ കാര്യങ്ങൾ കാണുമായിരുന്നു എന്ന് പറയണം. എന്നാൽ
എന്നാൽ അവൻ അവിടെ എന്തോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആ കാര്യം പറയാതെ എന്തിനായിരിക്കും ലിൻഡയോട് അവൻ നുണ പറഞ്ഞത്? അതിനർത്ഥം അവൻ എന്തോ ഒരു ഉടായിപ്പ് ഒപ്പിക്കുന്നുണ്ട് എന്നല്ലേ? അതുപോലെ തന്നെ അവനിപ്പോ ലിൻഡയോട് പറയണ ഇന്നത്തെ ഭക്ഷണം ഞാൻ റെഡിയാക്കാട്ടോ. ഇത് പറഞ്ഞ് എവിടെ നിൽക്കിയോ ചെറിയ ചെറിയ മീനിനെയും പിടിച്ച് കുറച്ച് പഴങ്ങളൊക്കെ എടുത്ത് അവൻ ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അവൾക്കത് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ നമ്മുടെ ലിൻഡയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ചെവിയിലൊരു പൂവെല്ലാം വെച്ച് അവന്റെ കൂടെ ഇരുന്ന് അവർ ഫുഡ് കഴിക്കുകയാണ്. എന്നാൽ അവൾ അറിയാതെ ആ ഭക്ഷണത്തിൽ ഏതോ ഒരു പഴത്തിന്റെ ചാറ് അവൻ അതിൽ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിച്ച സമയത്ത് നമ്മുടെ ലിൻഡയുടെ ബോധം പോകുന്നുണ്ട്. ബോധം പോയ സമയത്ത് ഈ ബ്രാഡ്ലി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇവൻ കുറ്റിക്കാട്ടിൽ രഹസ്യമായിട്ട് ഒരു ചെറിയ ചങ്ങാട് ഉണ്ടാക്കിയിരുന്നു. ആ ചങ്ങാടും ഇപ്പൊ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ലിൻഡ ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. ഇവൻ ഈ ചങ്ങാട് ഉപയോഗിച്ച് നേരെ കടലിലേക്ക് ഇറങ്ങി. അതായത് ഈ ദ്വീപിൽ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെടാനായിരുന്നു ഇവന്റെ പദ്ധതി. അവൾ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് നരകിച്ചോട്ടെ എന്ന് വിചാരിച്ച് ആ മൈൻഡ് സെറ്റിൽ അവൻ ആ ഒരു ചങ്ങാടം എടുത്ത് നേരെ കടലിലേക്ക് ഇറങ്ങി. എന്നാൽ അവൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. രാത്രിയാണ്, വേലിയേറ്റം, വേലിയിറക്കം മുതലായ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. തിരമാലയ്ക്ക് ശക്തി കൂടുതലായിരിക്കും. അപ്പൊ ആ തിരയിൽപ്പെട്ട് അവന്റെ ആ ചുങ്ങിയ ചങ്ങാടം തകർന്നില്ലാതായി പോവാണ്. അവൻ വെള്ളത്തിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. പതിയെ പതിയെ അവന്റെ ബോധം നഷ്ടമാകുകയാണ്. എന്നാൽ എവിടെ നിന്നോ വന്ന ഒരു കയ്യ് അവനെ രക്ഷപ്പെടുത്തി തീരത്തേക്ക് കൊണ്ടുപോകണം. മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ലിൻഡ തന്നെയായിരുന്നു. അതായത് അവൻ കൊടുത്ത ആ ഒരു പഴച്ചാറിലെ ആ ഒരു എഫക്ട് അധിക നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ബോധം പോയി അധികം വൈകാതെ തന്നെ തിരിച്ചും കിട്ടിയായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ബോധം പോയി നമ്മുടെ ബ്രാഡ്ലിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ അവന്റെ അടവിറക്കാണ്. അതായത് ലിൻഡ ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങനെ പോകണമെന്ന് വിചാരിച്ചതല്ല. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി പിന്നെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് നിന്നെയും രക്ഷപ്പെടുത്താം എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ നിന്നെ ചതിക്കണം എന്നൊരു യാതൊരു ഉദ്ദേശവും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ പൊട്ടത്തിയായിട്ടുള്ള ലിൻഡ അത് വിശ്വസിക്കുകയാണ്. അവള് പറയണ ബ്രാഡ്ലി അതൊന്നും കുഴപ്പമില്ലാന്നേ, നിനക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി, അതൊന്നും കുഴപ്പമില്ല, നിനക്ക് നന്നായിട്ട് വിശക്കുന്നില്ലേ, ദാ ഇത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടുന്നോ പിടിച്ച ഒരു നീരാളി ഉണ്ടല്ലോ അതിന്റെ ഓരോ കഷ്ണങ്ങൾ ഒരു കമ്പിൽ കോർത്ത് അത് വേവിച്ച് അവന് കൊടുക്കുകയാണ്. നല്ല വിശപ്പുണ്ടായത് കൊണ്ട് തന്നെ അവൻ അത് കഴിക്കുകയാണ്. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന്റെ കൈയും കാലും ഇതൊന്നും അവന് അനക്കാൻ കഴിയുന്നില്ല. തല മാത്രം അനക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അവനെ ഒരു മരത്തിനോട് ചേർത്ത് ചാരി ഇരുത്തിയിട്ട് ഇപ്പൊ ലിൻഡ പറയാണ്, നീ എന്താടാ കരുതിയത്? ഞാനൊരു പൊട്ടത്തിയാണ്, നിന്നെ പാരലൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാടാ ഞാൻ ഈ ഒരു ഭക്ഷണം നിനക്ക് തന്നത്. നീ എന്ത് വൃത്തികെട്ടവനാടാ. ബോധമില്ലാതെ ഇവിടെ വന്ന് കിടന്ന് നിന്നെ രക്ഷപ്പെടുത്തി നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. ഒരു രാജാവിനെ പോലെ ഞാൻ നിന്നെ നോക്കിയിട്ട് അവസാനം എനിക്കിട്ട് ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലേ? നടക്കൂല മോനെ. നീ വിചാരിക്കുന്നത് പോലെ ഞാനൊരു മണ്ടിയൊന്നുമല്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്നും എന്താണ് നീ ചിന്തിക്കുന്നതെന്നും നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഇപ്പൊ നീ ചെയ്തതിനൊരു പണിഷ്മെന്റ് വേണ്ടേ? അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ കത്തി അത് തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഇത് കണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ലിൻഡ പറയാണ്, അത് പിന്നെ നിനക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഞാൻ മുറിച്ചെടുക്കാൻ പോവാണ്. പക്ഷെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിനക്ക് ഒരിക്കലും വേദനിക്കില്ല. കഴുത്തിന് താഴെ എന്ത് സംഭവിച്ചാലും നിനക്ക് ഒരു വേദന ഉണ്ടാവില്ല. ഇത് പറഞ്ഞ് അവന്റെ പെയിന്റ് അവൾ ഊരുകയാണ്. ഇത് കണ്ടപ്പോ ബ്രാഡ്ലി ആകെ പേടിച്ചു പോയിട്ടോ. എന്നിട്ട് ആ കത്തിയുമായിട്ട് നേരെ അവന്റെ പ്രൈവറ്റ് പാർട്ട് അത് മുറിച്ചെടുക്കാണ്. ചോര അങ്ങോട്ട് തെറിക്കുന്ന അവന്റെ മുഖത്തേക്ക്. അവനാകെ ഭയന്ന് വിറച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയപ്പോ ഒരു എലിയെ അവള് പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പേടിക്കേണ്ട, ഇത്തവണ ഞാൻ നിന്റെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു എലിയാണ് കൊന്നത്. പക്ഷേ ഇനി എങ്ങാനും നീ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ ഉറപ്പായിട്ടും മോനെ ഞാൻ നിന്റെ ആ സാമാനം മുറിച്ചു കളയെന്ന് പറയാം. അതിഭീകരമായ രീതിയിൽ എന്തായാലും അവിടെ വെച്ച് ലിൻഡ അവനെ നന്നായിട്ടൊന്ന് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ബ്രാഡ്ലി എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുക, ഒന്നും ചെയ്യാൻ നിൽക്കില്ല. നന്നായിട്ട് പേടിച്ചു എന്ന് പറയാലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിൻഡ എന്താണോ പറയുന്നത് അത് അതുപോലെ കേട്ട് അവളുടെ കീഴിൽ ഒരു അടിമയെ പോലെ നിൽക്കുകയാണ് ബ്രാഡ്ലി. അങ്ങനെ ഒരു ദിവസം ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ലിൻഡ പോയിട്ടുണ്ട്. അതായത് വേറെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ കുറച്ചധികം മാമ്പഴങ്ങൾ കിട്ടി. ഈ സമയത്താണ് തീരത്തേക്ക് ഒരു ബോട്ട് വരുന്നത്. അതിലുണ്ടായിരുന്നത് മറ്റാരുമല്ല നമ്മുടെ ബ്രാഡ്ലിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സൂരി ആയിരുന്നു. അവനെ കാണാത്തത് കൊണ്ട് അവനെ തേടി പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയതാണ് അവള്. സൂരി ഇപ്പൊ കറക്റ്റ് നമ്മുടെ ലിൻഡയും കണ്ടു കേട്ടോ. അവൾ ഓടി വന്ന് ലിൻഡയെ കെട്ടിപ്പിടിക്കുകയാണ്. ലിൻഡ, നീ ഇപ്പോഴും ജീവനോട് ഉണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. വേറെ ആരെങ്കിലും ജീവനോട് ഉണ്ടോ ചോദിക്കുമ്പോൾ എല്ലാവരും മരിച്ചുപോയി, പക്ഷെ ഇപ്പോ ബ്രാഡ്ലി മാത്രം ഉണ്ട് എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ സൂര്യക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി. അവനുണ്ടോ? വാ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞിട്ട് സൂര്യയും അവളുടെ കൂടെ വന്ന ഒരു ബോട്ടിന്റെ ഡ്രൈവറും ലിൻഡയും കൂടെ നേരെ ഇപ്പോ ബ്രാഡ്ലിയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ലിൻഡയ്ക്ക് ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. അതായത് ബ്രാഡ്ലിയെ അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയായിരുന്നു. മറ്റാർക്കും വേണ്ടി അവനെ വിട്ടുകൊടുക്കാൻ ലിൻഡ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിൻഡ പറയാണ്, നമുക്ക് ഈ വഴി പോകണ്ട, കുറേ ദൂരമുണ്ട്. മലയുടെ ഒരു സൈഡിലൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എത്താന്ന് പറയാണ്. അങ്ങനെ ഇപ്പോ ഈ ഒരു സൂര്യയും അതുപോലെ തന്നെ അവളുടെ കൂടെ വന്ന ആളെയും കൂട്ടിക്കൊണ്ട് അവള് നേരെ മലയുടെ ആ ഒരു ചെരുവിലൂടെ നടക്കുകയാണ്. അതായത് അന്ന് ലിൻഡ വീഴാൻ പോയില്ലേ ആ സ്ഥലത്ത് കൂടെ. എന്നിട്ട് അവരെ മുന്നിൽ നടത്തിയിട്ട് ലിൻഡ ഇപ്പൊ ബേക്കിലേക്ക് വരികയാണ്. കാരണം അവളുടെ ഷൂവിന്റെ ലൈസ് ലൂസായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മുന്നിലൂടെ നടന്നു പോയ ഈ
സൂര്യയും അതുപോലെ തന്നെ അവളുടെ കൂടെ വന്ന ആ ആളും ആ മണ്ണിൽ ചവിട്ടി, ഉറപ്പില്ലാത്ത മണ്ണല്ലേ, അവർ രണ്ടുപേരും താഴേക്ക് അങ്ങ് വീണു പോവാണ്. അത്രയും വലിയ കൊക്കയുടെ താഴേക്കല്ലേ വീഴുന്നത്, ഉറപ്പായിട്ടും രണ്ടുപേരും മരിച്ചിട്ടുണ്ടാവും. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ അവളിപ്പോ നേരെ ബ്രാഡ്ലിയുടെ അടുത്തേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ ഒരു എടുത്തുചാട്ടത്തിനാണ് സൂര്യയെ ലിൻഡ ഇപ്പൊ കൊന്നു കളഞ്ഞത്. പക്ഷേ അതിൽ അവൾക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് എപ്പോഴും ക്ഷീണം വന്നതുപോലെ വയ്യായി ഉള്ളതുപോലെ അവളിങ്ങനെ കിടക്കുകയാണ്. എന്തെങ്കിലും ആവശ്യത്തിന് ബ്രാഡ്ലി വിളിച്ചാൽ തന്നെ എനിക്ക് വയ്യ, നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അവൻ ഒഴിവാക്കും. ഇപ്പൊ തന്നെ കാടിന്റെ ഒരു ഭാഗത്ത് പന്നിയുടെ കാൽപ്പാട് കണ്ടിട്ടുണ്ട്, നമുക്കതിനെ വേട്ടയാടേണ്ടി ചോദിക്കുമ്പോൾ ഇല്ല നീ പൊയ്ക്കോ, ഞാൻ ഇപ്പൊ വരുന്നില്ല എന്ന് പറയാണ്. ഇതേ നേരം ലിൻഡയുടെ ആ ഒരു കൂടാരത്തിനരികിൽ വെച്ച കത്തി അതിപ്പോ ബ്രാഡ്ലി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്നാ തോന്നുന്നത്. അങ്ങനെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. എത്ര കിടന്നിട്ടും ലിൻഡയ്ക്ക് ഉറക്കം വരുന്നില്ല. ഈ സമയത്താണ് കടലിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ഒരു തീപ്പന്തവുമായിട്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നത്. നോക്കുമ്പോ എന്താണ്, താഴെ കൊക്കയിലേക്ക് വീണ സൂര്യ ഉണ്ടല്ലോ, അവള് മരണപ്പെട്ടിട്ടില്ലായിരുന്നു. അവൾ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് വന്ന് ഇപ്പോ ലിൻഡയോട് ചോദിക്കുകയാണ്, എന്തിനാ എന്നെ കൊന്നു കളഞ്ഞത്. എന്നാൽ അവളുടെ ആ ഒരു നിൽപ്പും ഭാവമെല്ലാം കണ്ട് ആകെ പേടിച്ചുപോയ ലിൻഡ അവളുടെ ആ ഒരു തീപ്പന്തം വെച്ച് അവൾക്ക് നേരെ വീശുന്നുണ്ട്. എന്നാൽ അത് വെറും ഒരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. അവളുടെ ഉള്ളിലെ കുറ്റബോധം കൊണ്ട് തോന്നിയ വെറും ഒരു ഹാലൂസിനേഷൻ. അതുപോലെ തന്നെ അവളുടെ പിന്നിലേക്ക് പെട്ടെന്ന് സൂര്യയുടെ ആത്മാവ് വന്നതുപോലെയും അവൾക്ക് തോന്നുകയാണ്. അവളാകെ പേടിച്ചുപോയി. എന്തായാലും പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ ഒട്ടും പുറത്തേക്ക് ഇറങ്ങാതായി. അതുകൊണ്ട് തന്നെ ഈ വേട്ടയാടാനൊക്കെ ഒറ്റയ്ക്കാണ് ബ്രാഡ്ലി പോകുന്നത്. അങ്ങനെ ഒരു പന്നിയുടെ പിന്നാലെ പോയ സമയത്ത് ബ്രാഡ്ലി ഒരു കാര്യം കാണുകയാണ്. ആദ്യം കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടിപ്പോയി. ഒരു മനുഷ്യന്റെ കൈ മാത്രം മണലിന്റെ മുകളിലേക്ക് പൊന്തി നിൽക്കുകയാണ്. അവൻ എന്തായാലും വേഗം അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. എന്നാൽ ആ കയ്യിൽ കണ്ട ഒരു മോതിരം, അത് കണ്ടപ്പോ തന്നെ ഇതാരുടെ ഡെഡ് ബോഡി ആണെന്ന് അവന് മനസ്സിലായി. മറ്റാരുടേതുമല്ല, അവന്റെ ഗേൾ ഫ്രണ്ട് സൂരി. അവനെ തേടി സൂരി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെച്ച് അവൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി മിക്കവാറും ലിൻഡ തന്നെയായിരിക്കും. 100% ആ കാര്യം അവന് മനസ്സിലായി. ദേഷ്യവും പകയും വെറുപ്പും എല്ലാം കൂടെ ചേർന്ന് ഇനി ക്ഷമിക്കുന്ന കാര്യമില്ല, അവളെ കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ആ വെറുപ്പിലും ദേഷ്യത്തിലും പകയിലും നേരെ ലിൻഡയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബ്രാഡ്ലി ഒന്നും മറച്ചു വെച്ചില്ല, ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാണ്. എന്തിനാണ് നീ സൂര്യയെ കൊന്നത്? ആദ്യമൊക്കെ ഒന്നും അറിയാത്തതുപോലെ ലിൻഡ അഭിനയിക്കുകയാണ്. സൂര്യോ, അവളെങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? പെട്ടെന്ന് തന്നെ ആ മോതിരം എടുത്ത് ഇപ്പോ നമ്മുടെ ബ്രാഡ്ലി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് ലിൻഡ പറയാണ്, അത് പിന്നെ നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അവളെ മനഃപൂർവ്വം കൊന്നതൊന്നുമല്ല, ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരു അപകടത്തിൽപ്പെട്ട് അവൾ താഴേക്ക് വീണ് മരണപ്പെട്ടതാണ്. എന്നാൽ ഈ കാര്യം എന്താണ് നീ എന്റെ അടുത്ത് പറയാതിരുന്നേന്ന് ഇപ്പൊ ബ്രാഡ്ലി ചോദിച്ചപ്പോ ലിൻഡ മറ്റൊരു കാര്യം പറയാണ്. അത് പിന്നെ ഞാൻ എങ്ങാനും ആ ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ നീ വിചാരിക്കും ഞാൻ അവളെ കൊന്നതാണെന്ന്. നീ ഉറപ്പായിട്ടും തെറ്റിദ്ധരിക്കുന്ന എനിക്കറിയാം, അതുകൊണ്ടാ പറയാതിരുന്നത്. ഇതേ സമയത്ത് തന്നെ ബ്രാഡ്ലി പറയാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവളെ കൊന്നത് നീ തന്നെയാണ്. അതുപോലെ നീ പറഞ്ഞല്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിന്റെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന്. അയാൾ മരിച്ചതൊന്നുമല്ല, നീ കൊന്നതാണ്. ഇതേ സമയത്ത് തന്നെ ബ്രാഡ്ലി അവന്റെ കീശയിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു കത്തി എടുക്കുകയാണ്. ആ കത്തി കണ്ടപാട് തന്നെ ലിൻഡ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഈ സമയത്ത് ധീരന്മാര് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഒന്നും നോക്കിയില്ല, അവള് കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അവളുടെ പിന്നാലെ തന്നെ കത്തിയുമായിട്ട് ബ്രാഡ്ലി ഉണ്ട്. അവളെ കൈ കിട്ടിയ അവൻ എന്തായാലും കൊന്നുകളയും. അങ്ങനെ കാട്ടിലേക്ക് കയറിയിട്ട് ലിൻഡയെ തേടി നടക്കുകയാണ് ബ്രാഡ്ലി. ലിൻഡയാണെങ്കിലോ മരണഭയം കൊണ്ട് ഓരോ സ്ഥലത്തു കൂടെ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്നാൽ അവന്റെ ശ്രദ്ധ ഒന്ന് തെറ്റിയെന്ന് കണ്ടപ്പോ ഷൂവിന്റെ ലൈസൂരി അവൾ എന്താക്കി അവന്റെ കഴുത്തിന് ചുറ്റി ആഞ്ഞു മുറുക്കി പിടിക്കുകയാണ്. എന്നാൽ ബ്രാഡ്ലി ഒരു പെണ്ണാണെന്നുള്ള ഒരു പരിഗണയും കൊടുത്തില്ല. അവളുടെ മുടി പിടിച്ച് ഒരേറ്റ വലിയാണ്. അവള് തെറിച്ചുപോയി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ പിടിച്ച ആ ഒരു മുടിയുണ്ടല്ലോ, അത് ഈ തലയുടെ ഇറച്ചി കൊടുക്കനെ പറഞ്ഞു വന്നിട്ടുണ്ട്. ആകെ കൂടി പ്രാന്ത് കയറിയ ലിൻഡ അവന്റെ ദേഹത്തേക്ക് ചാടി കയറി അവന്റെ വിരല് വരെ കടിച്ച് മുറിച്ചെടുക്കുകയാണ്. ബ്രാഡ്ലി ഒന്നും നോക്കിയില്ല, അവന്റെ വിരല് വെച്ച് അവളുടെ കണ്ണിലേക്കിട്ട് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ്. അവളുടെ ഒരു കണ്ണ് ഒരു പരുവായി പോയി. ഇതേ സമയം തന്നെ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്ത് അവന്റെ തലക്കിട്ട് ലിൻഡ ഒന്ന് കൊടുക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ അവൾക്ക് മര്യാദക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണിനിട്ട് നല്ല കുത്തിപ്പോ ബ്രാഡ്ലി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബ്രാഡ്ലി അത് നോക്കി നിൽക്കുമ്പോൾ ലിഡയുണ്ടല്ലോ, അവന്റെ ഒരു വിരല് കടിച്ചെടുത്തായിരുന്നല്ലോ, ആ വിരലിൽ അവന്റെ ഗേൾ ഫ്രണ്ട് സൂര്യയുടെ ഒരു മോതിരം ഉണ്ടായിരുന്നു. അതിപ്പോ അവനെ കാണിച്ച് ഒരു വല്ലാത്ത രീതിയിൽ സൈക്കോയെ പോലെ അവൾ ചിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ബ്രാഡ്ലി അവളുടെ ദേഹത്തേക്ക് ചാടി വീണ് പിന്നെയും ആക്രമിക്കാൻ നോക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ലിൻഡയുടെ കയ്യിലേക്ക് ആ കത്തി കിട്ടുകയാണ്. അവൾ ആ കത്തി വെച്ച് അവനിട്ട് ഒരൊറ്റ കുത്തു കൊടുത്തു. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ ബ്രാഡ്ലി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അവൻ എങ്ങോട്ടേക്കാണ് ഈ ഓടുന്നത്? അതായത് ഒരു സമയത്ത് കാട്ടിലേക്ക് വേട്ടയാടാൻ പോയപ്പോൾ ലിൻഡ എക്സ് പോലെ കാണുന്ന ഒരു പാറ കാണിച്ച ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകരുത്, അവിടെ മുഴുവനും വിഷപ്പാമ്പുകളും വിഷച്ചെടികളാണെന്ന്. പക്ഷെ അതൊന്നും നോക്കാതെ അവൻ അങ്ങോട്ടേക്ക് തന്നെ ഓടുകയാണ്. കാരണം അവൾ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന അവനെ അറിയായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ അവിടെ എത്തിയ സമയത്ത് ഒരു കാര്യം കണ്ട് ബ്രാഡ്ലി ആകെ ഞെട്ടിത്തരിച്ചു നിന്നു പോവാണ്. അവൻ എന്താ കണ്ടത്? അതായത് നമ്മുടെ ലിൻഡ പറഞ്ഞതുപോലെ ഇത് ഒറ്റപ്പെട്ട ആരും വരാത്ത ഒരു ദ്വീപൊന്നും ആയിരുന്നില്ല, ഇവിടെ ആൾതാമസമുണ്ട്. അതായത് ദ്വീപിന്റെ ആ ഭാഗത്തേക്ക് അവൻ എത്തിയപ്പോ കണ്ടത് എന്താ അറിയോ? ആഡംബരമായ വലിയൊരു ബംഗ്ലാവ്. എന്തായാലും അവനൊന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഓടി വന്നപാട് തന്നെ ഒരു സൈക്കോന്റെ പിന്നാലുണ്ട്, ആരെങ്കിലും ഒന്ന് വന്ന് എന്നെ രക്ഷിക്കുന്നു അലറി വിളിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ടെങ്കിലും ആരും അങ്ങോട്ടേക്ക് വന്നില്ല. ഇതേ സമയം തന്നെ വിശപ്പും ദാഹം കാരണം അവിടെ ഉണ്ടായിരുന്ന വെള്ളം അവനെടുത്ത് കുടിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് എത്തിയ ലിൻഡ ആ വീട്ടിലെ CCTVയും അതുപോലെ തന്നെ ആ വീടിന്റെ പല ഭാഗത്തായിട്ട് മൈക്ക്
ബൈക്കുകൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം കൺട്രോൾ ചെയ്ത് അതിലൂടെ ബ്രാഡ്ലിയോട് ഇപ്പൊ അവള് സംസാരിക്കുകയാണ്. ഇത് കേട്ട് ഭയന്നു പോയ ബ്രാഡ്ലി വേഗം തന്നെ എന്തെങ്കിലും കത്തിയോ ആയുധോ കിട്ടുമെന്ന് നോക്കി അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്. എന്നാൽ CCTV-യിലൂടെ ഇത് കാണുന്ന ലിൻഡ പറയാണ്, ബ്രാഡ്ലി നീ എവിടെ നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഞാൻ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നിനക്കൊരു കാര്യം അറിയോ, ഈ ദ്വീപിൽ നിന്നും നേരത്തെ രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ വേട്ടയാടാനായിട്ട് ദ്വീപിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന സമയത്ത് ഒരു ചെറിയ ബോട്ട് ഞാൻ കണ്ടു. ആദ്യം അവരോട് സഹായം ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ എന്താ ചെയ്തേന്നറിയോ, ആ ബോട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഞാൻ നന്നായിട്ടൊന്ന് വീക്ഷിച്ചു. അങ്ങനെയാണ് ആ ബോട്ട് വന്ന് ഈ ബംഗ്ലാവ് ഞാൻ കണ്ടുപിടിച്ചത്. അങ്ങോട്ടേക്ക് വന്ന ആ വീടിന്റെ ഓണേഴ്സ് അവരവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി. എന്നാൽ അവരടിച്ച ആ വീടിന്റെ പാസ്വേഡ് അത് ഞാൻ നോക്കി വെച്ചായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ അതടിച്ച് ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം ഞാൻ ആവുവോളം ആസ്വദിച്ചു കഴിച്ചു. മാത്രല്ല, നീ ചോദിച്ചില്ലേ ആ കത്തി എവിടുന്നാ കിട്ടിയെന്ന്, അതെനിക്ക് ഇവിടുന്ന് തന്നെയാ കിട്ടിയത്. ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടാവും, പിന്നെ എന്തിനാണ് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാതെ ഞാൻ ഇവിടെ തന്നെ നിന്നത്, നിന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്? അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. അതായത് നിന്റെ കമ്പനിയിലെ ആ വൈസ് പ്രസിഡന്റ് ആ പൊസിഷൻ, അതൊന്നുമല്ല ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിന്നെ വേണം, നിന്റെ കൂടെ ജീവിക്കണം, എനിക്ക് അതാണ് വേണ്ടത്. അതായത് പൂർണ്ണമായിട്ടും തല തിരിഞ്ഞ ഒരു സൈക്കോ ആയിട്ട് അവളിപ്പോ മാറിയിട്ടുണ്ട്. ഒരു ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് ഇപ്പൊ അവന്റെ മുന്നിലേക്ക് വരികയാണ്. ആകെ പേടിച്ചുപോയ ബ്രാഡ്ലി രണ്ട് കൈയും പൊക്കി ഒരു കുട്ടിയെ പോലെ നിൽക്കുകയാണ്, എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവളുടെ കാലില് വീണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദയവ് ചെയ്ത് എന്നൊന്നും ചെയ്യല്ലേ, എന്റെ സ്വഭാവം അറിയാതെ ഇങ്ങനെ ആയിപ്പോയതാണ്. എന്റെ അച്ഛന്റെ ആ ഒരു എന്താ പറയാ വൃത്തികെട്ട വളർത്തു രീതി, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. സത്യം പറയാം, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. എന്തെങ്കിലും തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് വന്നു പോയാൽ ക്ഷമിക്കണം. ഞാൻ ഇവിടെ വന്ന സമയത്ത് നീ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാ കാര്യവും എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ ഒരു കുട്ടിയെ പോലെ നോക്കിയതും എനിക്ക് വെള്ളം തന്നതും ഭക്ഷണം തന്നതും എന്നെ നന്നായിട്ട് നോക്കിയത് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ ഈ ദ്വീപിൽ തന്നെ ജീവിക്കാൻ പോവാണ്. ഈ ദ്വീപ് വിട്ട് നമ്മൾ എവിടെയും പോകാൻ പോകുന്നില്ല. നീ പറയുന്നത് എന്താണോ അത് കേട്ട് നിന്റെ കൂടെ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കാന്നൊക്കെ പറഞ്ഞ് അവൻ നിലത്തിരുന്ന് കരയാൻ തുടങ്ങുകയാണ്. എന്നാൽ അവന്റെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് അവനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ലിൻഡ എന്താക്കി ചെറുതായിട്ട് അത് വിശ്വസിക്കുകയാണ്. അവളുടെ ശ്രദ്ധ ഒന്ന് മാറിയെന്ന് കണ്ടപ്പോൾ ഡബിൾ ബാരലിന്റെ അറ്റം പിടിച്ച് ഒരു അറ്റ കറക്കലാണ്. ഗണ്ണിപ്പോ അവന്റെ കയ്യിലാണ്. ഇപ്പൊ അവൻ പറയാണ്, നീ എന്താ കരുതിയത്, നിന്റെ കൂടെ നിന്റെ അടിമയായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവുമെന്നോ? ഇല്ല, ബ്രാഡ്ലി അതിന് കിട്ടില്ല. ഇതും പറഞ്ഞ് അവൻ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ദാണ്ട കിടക്കുന്ന അടുത്ത ടെസ്റ്റ്, അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ മൂഞ്ചി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഫ് സ്റ്റിക്ക് അത് വെച്ച് അവന്റെ കാലിനിട്ട് നല്ലൊരു പെടയും കെട്ടി. അതിനുശേഷം അത് വെച്ച് അവന്റെ തലക്കിട്ടും കിട്ടി വന്നു. ഇതിനുശേഷം കാണിക്കുന്നത് ദ്വീപ് വിട്ട് പുറത്തേക്ക്, അതായത് നഗരത്തിലേക്ക് വന്ന ലിൻഡയാണ്. എന്തായാലും കമ്പനിയുടെ പഴയ CEO ആയിട്ടുള്ള ബ്രാഡ്ലി മരിച്ചതുകൊണ്ട് തന്നെ അടുത്ത ആ പൊസിഷനിലേക്ക് വരാൻ ഏറ്റവും അർഹയായിട്ടുള്ള നമ്മുടെ ലിൻഡയ്ക്ക് ആ പൊസിഷൻ കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല, ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്ന ലിൻഡയുടെ അടുത്തേക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു റിപ്പോർട്ടറും വന്നിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മേഡം, നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ആ ഒരു ദ്വീപിൽ സർവൈവ് ചെയ്തത്? ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. ഇത് കേട്ട ലിൻഡ പറയാണ്, അതിനുള്ള ഇച്ഛാശക്തിയും മനസ്സും ഒക്കെ നമുക്ക് വേണം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും ഒരാൾ പോലും നമ്മളെ സഹായിക്കാനായിട്ട് വരില്ല. നമ്മൾ മാത്രമേ നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് തരാനുള്ള എന്റെ അഡ്വൈസ് അത് ഇതാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലിൻഡ അവളുടെ ആ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള കാറുമായിട്ട്, അവളുടെ കൂടെ ആ ഒരു പക്ഷിയുണ്ട് കേട്ടോ, അതിനെയും കൂട്ടി അവളുടെ ബംഗ്ലാവിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എന്തായാലും ലിൻഡ അവസാനം പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരും നിങ്ങളെ സഹായിക്കാൻ എത്തിയെന്ന് വരില്ല, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലെ നല്ലൊരു മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ഓക്കെ, ബൈ.